മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. കേതു നിങ്ങളുടെ 1-ാം ഭാവത്തിലും, രാഹു നിങ്ങളുടെ 7-ാം ഭാവമായ കുംഭത്തിലും, ശനി 8-ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 9-ാം ഭാവമായ മേടത്തിലും, ബുധനും സൂര്യനും 10-ാം ഭാവമായ ഇടവത്തിലും, ഗുരു 11-ാം ഭാവമായ മിഥുനത്തിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ നിങ്ങളുടെ 12-ാം ഭാവവുമായ കർക്കിടകത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജൂൺ 6-ാം തീയതി ഇടവം രാശിയിൽ നിൽക്കുന്ന ബുധൻ മിഥുനം രാശിയിലേക്കും പിന്നീട് 22-ാം തീയതി അവിടെ നിന്നും കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ചൊവ്വ 7-ാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും രാശി മാറി ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. സൂര്യൻ 15-ാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂൺ 29-ാം തീയതി തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. എങ്കിലും ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണല്ലോ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ 10-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം 15-ാം തീയതി 11-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുന്നതും മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നതും 5-ലാണ്. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ ഫേവറബിളായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു പ്രശ്നങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. 7-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട്. ഈ 2 ഗ്രഹങ്ങളും പെട്ടെന്ന് രാശി മാറുന്നതുമല്ലായിരിക്കും. അതിനാൽ അടുത്ത 18 മാസക്കാലത്തോളം ദാമ്പത്യ ജീവിതത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് നിൽക്കുന്നത്. അതിനാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് ദമ്പതികൾ നല്ല മാച്യൂരിറ്റിയോടെ വേണം പെരുമാറുവാൻ.
ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലായിരിക്കും നിൽക്കുന്നത്. ജൂൺ 7-ാം തീയതി രാശി മാറി നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. 7-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും. രാഹു കേതുവിൻ്റെ പ്രഭാവം ചൊവ്വയിലുണ്ടാകുന്നത് ചില സമയത്ത് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ ഇടയാക്കും. എങ്കിലും അതിനെയെല്ലാം മാനേജ് ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമായിരിക്കും. ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് എപ്പോഴും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 7-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. കാരണം ചൊവ്വ 4-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. 4-ാം ഭാവം സുഖസ്ഥാനമാണ്. 4-ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, സുഖഭോഗ വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്. 10ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട്. ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ട്. കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ചൊവ്വ 1ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും മറ്റും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് കരിയറിൽ ഗ്രോത്ത് വരുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. 10ാം ഭാവത്തിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾ നന്നായി പരിശ്രമിച്ചാൽ ജോബ് ലഭിക്കുവാനുള്ള അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ബിസിനസ് ഈ മാസം സാമാന്യമായിരിക്കും. ഇൻകം കുറയത്തില്ലെങ്കിലും ചില സമയത്ത് ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ. സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും. ഇവിടെ ചിങ്ങം രാശിക്കാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി സ്ട്രോങ് പൊസിഷനിൽ ആണെങ്കിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് ശനി നയിക്കുന്നതായിരിക്കും. അല്ലാത്തവർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.